ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ Parharis Care. Going further, as we are discussing the geopolitics and the war developments, this war may end in a day or so, maybe one more week, maybe up to this month last. Okay, negotiations are on. Iran is almost demolished, but being an old civilization, it may prolong, it may exist, it may remain, maybe in another shape. So, നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിണത ഫലങ്ങൾ വരുന്നത് എന്നുള്ള കാര്യം. ആഫ്റ്റർ വെനിസുല ആൻഡ് നൗ ഇറാൻ, what is next in store for the United States of America? It's a big question in front of the world that America, being a super police, എല്ലാവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു രാഷ്ട്രം, ഒരു സൂപ്പർ പവർ നാഷൻ എന്നുള്ള രീതിയിൽ അടുത്തത് ഇനി ആരെയാവും? ഏത് കൺട്രിയാണ് അവർ അസൂയയോടുകൂടിയും ദേഷ്യത്തോടുകൂടിയും ഒരു കൈനറ്റിക് അറ്റാക്കിന് മുതിരാൻ പോകുന്നത് എന്നുള്ളത് നോക്കുന്നത് ഇപ്പോൾ എല്ലാവരും ഈ ലോകം തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണത്. ആഫ്റ്റർ ഇറാൻ വാട്ട് ഈസ് ഇൻ സ്റ്റോർ ഫോർ ദം? So the US currently focuses on determining North Korea through military exercises such as the March 2026 Freedom Shield drills rather than direct attack. ഡിറ്ററൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആർക്ക്? നോർത്ത് കൊറിയയ്ക്ക്. നോർത്ത് കൊറിയ ആരാണ്? ഇറ്റ് ഈസ് എ കമ്മ്യൂണിസ്റ്റ് കൺട്രി, ഇറ്റ് ഈസ് എ ഡിക്റ്റേറ്റർഷിപ്പ് കൺട്രി. ഓക്കെ, സോ കിം ജോങ് ഉൻ എന്ന ഒരു സ്വച്ഛാധിപതി ഭരിക്കുന്ന ഒരു കൺട്രിയാണ് നോർത്ത് കൊറിയ, DPRK എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ദർ ഈസ് Cuba, another communist country, not at all in line with America. These two countries may face immediate attacks from the US and its allies. It is a general opinion being formed. I am not sure it will happen, but it may happen. So this is something is brewing up somewhere towards this. But of course America is not in a financial condition now, because they spent a lot of money here. They will have to get more time to go for any all out attack towards any country, and this war is also not finished yet. There is still unfinished business there. What will be happening to the Iran? What will be their future? All the things are being discussed at various levels in the global level. Okay, so anyway, we just would like to analyze the North Korea matters. Okay, their current relation with the United States of America. നോർത്ത് കൊറിയയെ കുറിച്ച്, നോർത്ത് കൊറിയ എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്, എന്താണ് അവരുടെ ഒരു ലൈൻ ഓഫ് തോട്ട് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി ഇൻട്രസ്റ്റിംഗ്. ദി നോർത്ത് കൊറിയ കണ്ടിന്യൂസ് ടു എക്സ്പാൻഡ് ഇറ്റ്സ് ന്യൂക്ലിയർ arsenal and demands that the US accepts its nuclear status.
അവരവരുടെ ന്യൂക്ലിയർ പരിപാടിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റീസെൻ്റ്ലി ഒരു ഷിപ്പിൻ്റെ, അതായത് ന്യൂക്ലിയർ വാർഹെഡുമായിട്ട് പോകുന്ന ഒരു ഷിപ്പിൻ്റെ, ഒരു വെസലിൻ്റെ ഒരു ടെസ്റ്റൊക്കെ നടത്തിയിരുന്നവർ. അപ്പോൾ യു എസിനോട് അവർ ഡിമാൻഡ് ചെയ്യുന്നത് ഞങ്ങളുടെ ന്യൂക്ലിയർ സ്റ്റാറ്റസ്, അവർ ന്യൂക്ലിയർ പൊസിഷൻ എന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല, യു ഷുഡ് അഗ്രി ഇറ്റ് എന്നാണ് പറയുന്നത്. ആൻഡ് നോ ഡിറക്റ്റ് ടാർഗറ്റിംഗ് ഓഫ് നോർത്ത് കൊറിയ ഈസ് കറൻ്റ്ലി പ്ലാൻഡ്. US remains committed to regional stability and no direct targeting of North Korea is currently planned. അമേരിക്ക അവരെ പേടിപ്പിക്കാനുള്ള പല എക്സസൈസും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ ഒരു ഡയറക്റ്റ് അറ്റാക്ക് they are not planning any direct attack as of now. Tomorrow, no one knows. Current dynamics and risk. Deterrence focus. The US maintains a policy and strong alliance with South Korea and Japan to deter aggression, particularly as North Korea expands its nuclear and missile capabilities. ഈ ന്യൂക്ലിയർ ക്യാപ്പബിലിറ്റിയുടെയും ന്യൂക്ലിയർ മിസൈൽസിൻ്റെയൊക്കെ കാര്യങ്ങളിൽ നോർത്ത് കൊറിയ പുരോഗമിക്കുമ്പോൾ നോർത്ത് കൊറിയയുടെ ബദ്ധശത്രുക്കളായ സൗത്ത് കൊറിയ ആൻഡ് ജപ്പാൻ അവരോട് കൂടി ചേർന്ന് അമേരിക്ക ഒരുപാട് ഡെറ്ററൻസ് കാണിക്കുന്നുണ്ട്. അത് നോർത്ത് കൊറിയ തീർച്ചയായിട്ടും ചൊടിപ്പിക്കുന്ന കാര്യമാണ്. മിലിറ്ററി എക്സർസൈസസ് അതാണ് പറഞ്ഞത്. ജോയിൻറ്റ് US സൗത്ത് കൊറിയ ഡ്രിൽസ് ലൈക്ക് ദോസ് ഇൻ മാർച്ച് ഈ മാസം അവരൊരു ഡ്രില്ല് നടത്തിയതുപോലെ ആർ സീൻ ബൈ പ്യോങ്യോങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്യോങ്യോങ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഓഫ് നോർത്ത് കൊറിയ ആസ് പ്രൊവക്കറ്റീവ് റിഹേഴ്സൽ സോ ഫാർ. അതൊക്കെ അവരെ ചൊടിപ്പിക്കുന്നതും അവരുടെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് US നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡിപ്ലോമാറ്റിക് ഓപ്പണിങ്സ്. Despite rising tensions, Kim Jong-un has indicated a potential willingness to get along with the US, provided that the US recognize North Korea's nuclear position. നോർത്ത് കൊറിയ പറയുന്നത് ഞങ്ങൾ ഗോ അലോങ്, അമേരിക്കയുടെ ഇതിനകത്ത് പാരലായിട്ട് ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കും, പ്രൊവൈഡഡ് നിങ്ങൾ ഞങ്ങളുടെ ന്യൂക്ലിയർ പൊസിഷൻ അംഗീകരിക്കുകയാണെങ്കിൽ മാത്രം. ഓക്കെ. പൊട്ടൻഷ്യൽ ട്രിഗേഴ്സ് ഫോർ കൺഫ്ലിക്റ്റ്. ഒരുപാട് റീജിയണൽ കോംപ്ലിക്കേഷൻസും ഉണ്ട്. ഓൾദോ നോട്ട് current policy analysis suggests that US military action could be triggered if North Korea develops advance. Long-range nuclear missiles that directly threaten the US mainland, or if there is an imminent massive attack on allies. അമേരിക്കയുടെ സഹയോഗികളായ കൺട്രികളെയോ ആരെങ്കിലും മുറിവേൽപ്പിക്കുന്ന രീതിയിൽ നോർത്ത് കൊറിയ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ തിരിച്ചടിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലാണ്. അതല്ലെങ്കിൽ നല്ല ന്യൂക്ലിയർ ഒബ്ജക്റ്റീവ്സ് ഉള്ള ന്യൂക്ലിയർ പവർ, ആറ്റമിക് പവറുള്ള രാജ്യങ്ങളോട് അമേരിക്ക ഡയറക്റ്റ്ലി മുട്ടാറില്ല. ഓക്കെ. US നോർത്ത് കൊറിയ ഒരു അഗ്രീഡ് ഫ്രെയിംവർക്ക് നടത്തിയിരുന്നു ഇൻ ഒക്ടോബർ 1994. they tried very well to go along. ഈവൻ രണ്ട് കൊറിയനും, സൗത്ത് കൊറിയ ആൻഡ് നോർത്ത് കൊറിയ, ഇത് രണ്ടും കൂടി യൂണിഫൈ ചെയ്യാൻ, ഏകോപിപ്പിക്കാനുള്ള ആക്ഷൻസൊക്കെ നടന്നിരുന്നു. ബട്ട് സൗത്ത് കൊറിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആഫ്റ്റർ അമേരിക്ക പോലെ ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രി ആയിട്ട് ഡെമോക്രാറ്റിക് ആണെങ്കിലും പോകാനാണ് സൗത്ത് കൊറിയ എന്നും ആഗ്രഹിച്ചത്. ദേ ആർ some sort of peace loving person. Whereas നോർത്ത് കൊറിയ എന്ന് പറഞ്ഞാൽ അവർ 1925 അവിടുത്തെ നേതാവ് കിമ്മിൻ്റെ ഫാദർ, he went to China and entangled in the communism, and he came back in 1945 only. ഇപ്പോഴുള്ള കിമ്മിൻ്റെ ഗ്രാൻഡ് ഫാദറാണ് കേട്ടോ. പിന്നെ അവർ തിരിച്ച് അവിടെ വലിയ വലിയ ബിൽഡിങ്ങിലൊക്കെ 1925 എന്നും 1945 എന്നും ഒക്കെ ഭയങ്കരമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ 1925നും 1945നും ഒരു പ്രത്യേകതയാണുള്ളത്. സോ അവർ തിരിച്ചു വന്നതിന് ശേഷം കിം എന്നുള്ള ഈ
ഫാമിലി, കിം ഫാമിലിയുടെ ആധിപത്യം അവിടെ സ്ഥാപിക്കുകയും ഒരു ഡിക്റ്റേറ്റർഷിപ്പാണ്. ഓൾദോ ദേ ആർ ക്ലെയിമിങ് ദാറ്റ് ഇറ്റ് ഈസ് പ്യുവർ കമ്മ്യൂണിസം, ബട്ട് ഇറ്റ് ഈസ് ഡിക്റ്റേറ്റർഷിപ്പ്. ഒരുപാട് റിസ്ട്രിക്ഷൻസ് പറഞ്ഞാൽ 4 ചുറ്റും പ്രതിബന്ധങ്ങളുള്ളൊരു കൺട്രിയാണ്. അവിടെ ശ്വാസം വലിക്കണമെങ്കിൽ പോലും അവരുടെ പെർമിഷൻ വേണം. അവരെന്താ നോക്കുന്നത് വെച്ചാൽ ഒരു ഫാമിലി എങ്ങനെ ജീവിക്കുന്നു ഒരു ഫാമിലി എന്നാണ് നോക്കുന്നത്. ആ ഫാമിലിയുടെ കുട്ടികൾ എന്ത് പഠിക്കണം, കുട്ടികളെങ്ങനെ ചിന്തിക്കണം, കുട്ടികൾ ഏത് വഴിയിലൂടെ നടക്കണം, ഓരോ ദിവസങ്ങൾ അവരെന്ത് കഴിക്കണം എന്ന് വരെ നിശ്ചയിക്കുന്നത് ഈ കിം ഫാമിലിയാണ്. ദാറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഡിക്റ്റേറ്റർഷിപ്പ് ഇൻ നോർത്ത് കൊറിയ. എന്താല്ലേ, അങ്ങനെ നമ്മളൊക്കെ ഇവിടെയാണെങ്കിൽ തെറി പറയാനുള്ള സ്വാതന്ത്ര്യമൊന്നും, ഒരാളെ മറ്റുള്ളവരെ തെറി പറയാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഇല്ലെങ്കിൽ നമ്മളൊക്കെ ആകെ ചമ്മി പോവും. ഓക്കെ, ലെറ്റ് us see. നോർത്ത് കൊറിയയിൽ അവിടെ ഈ റിലീജിയനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരുവിധ ഇമ്പോർട്ടൻസുമില്ല. ആ കാര്യങ്ങളിലൊക്കെ വളരെ നല്ല ഒരിതാണ്. പക്ഷേ അവിടെ 3 ക്ലാസ്സസ് ആണ് there. കോർ ക്ലാസ്, വേവറിംഗ് ക്ലാസ്, ഹോസ്റ്റൈൽ ക്ലാസ്. ഈ 3 രീതിയിലാണ് ജനങ്ങളെ വിഭജിച്ചിരിക്കുന്നത്. അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ടുള്ളൊരു കാര്യമാണ്. കോർ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രാഷ്ട്രത്തിനോട്, അതിൻ്റെ ഭരണാധികാരികളോടും ഏറ്റവും ലോയലായിട്ട് അവർ പറയുന്നത് എന്ത് അതുപോലെ ശിരസാ വഹിച്ച് ജീവിക്കുന്ന ഒരു ടീമുണ്ട്. ദാറ്റ് ഈസ് കോർ ക്ലാസ്. അവർക്കാണ് എല്ലായിടത്തും പ്രാതിനിധ്യം വരുന്നത്. എല്ലായിടത്തും അവർക്ക് ജോലി കിട്ടാനായാലും നല്ല അഡ്മിഷൻ വാങ്ങിക്കാനാണെങ്കിലും ഏതൊരു കാര്യം, ചികിത്സയ്ക്കാണെങ്കിലും, ഫോർ എവറിത്തിങ് ദേ ആർ ബീങ് ലുക്ക്ഡ് ആഫ്റ്റർ വെരി വെരി വെൽ. അവരുടെ പ്രശ്നം രാഷ്ട്രത്തിൻ്റെ പ്രശ്നമായിട്ടാണ് അവർ കരുതുന്നത്. ദാറ്റ് ഈസ് ദി നമ്പർ 1 ക്ലാസ്, കോർ ക്ലാസ്. ദി സെക്കൻഡ് വൺ ഈസ് വേവറിംഗ് ക്ലാസ്. വേവറിംഗ് ക്ലാസ് എന്ന് പറഞ്ഞാൽ അതൊരു ഇടനിലക്കാരായിട്ട്, ഡീംഡ് വാല്യുബിൾ ആസ് ഇക്കണോമിക് അസറ്റ്സ്. അവർ നല്ല കാശും കാര്യങ്ങളും ഉള്ളവരാണെങ്കിൽ അവർ ഇക്കണോമി ഓക്കെ ആയതുകൊണ്ട് അവരെ ഓക്കെ എന്നുള്ള രീതിയാണ്. കോൺസ്റ്റാൻറ്റ് ഐഡിയോളജിക്കൽ ഇൻഡോക്ട്രിനേഷൻ ഒക്കേഴ്സ്. അതായത് അവരെ കണ്ടിന്യൂസ്ലി ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളിങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ന്യൂട്രലായിട്ട് നിൽക്കരുത്, നിങ്ങൾ ഗവൺമെൻറ്റിനോട് ലോയലായിട്ട് എപ്പോഴും ഇരിക്കണം എന്ന് പറഞ്ഞത് വേവറിംഗ് ക്ലാസ്. അവർക്ക് കാശ് കൊടുത്താലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കും ആ കൺട്രിയിൽ. ആ ഒരു ഓക്കെ ആവറേജ് ലെവലിൽ ഇങ്ങനെ പോകുന്ന ഒരു വിഭാഗമാണ് വേവറിംഗ് ക്ലാസ്. ദി ലാസ്റ്റ് വൺ ഈസ് ഹോസ്റ്റൈൽ ക്ലാസ്. ഹോസ്റ്റൈൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് അവർക്ക് ഈ സിറ്റികളിലൊന്നും താമസിക്കാനേ പറ്റുകയില്ല. ഏതെങ്കിലും ഓണം കയറാൻ മൂലയിലൊക്കെ പോയി താമസിക്കാം എന്നുള്ളതാണ് ഹോസ്റ്റൈൽ ക്ലാസ്. പെർസീവ്ഡ് ആസ് ഹോസ്റ്റൈൽ. അവരെ കണക്കാക്കുന്നത് തന്നെ ഹോസ്റ്റൈലായിട്ട്, അതായത് വൈൽഡ് കാർഡ് എൻട്രി എന്നൊക്കെ പറയുന്ന രീതിയിൽ. ടോട്ടൽ സർവലൻസ് ആൻഡ് ഇൻഡിസ്ക്രിമിനേഷൻ. അവരെ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും തരം താഴ്ത്തിക്കൊണ്ടായിരിക്കും വരും. അവരെ മുകളിൽ അവർ ശ്വാസമെടുക്കുന്നത് പോലും ഇവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. കംപ്ലീറ്റ് സർവലൻസ് ആയിരിക്കും. അവരുടെ ചെയ്തികളെല്ലാം വളരെയധികം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഹോപ്പ്ലെസ് ക്ലാസ്സാണ് ഈ ഹോസ്റ്റൈൽ ക്ലാസ്. അവർക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല. ദേ വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് ഫസ്റ്റ് സിറ്റിസൺ ഓർ നോട്ട് ഈവൻ ദി സെക്കൻഡ് സിറ്റിസൺ. അവരൊരു പുവർ കാറ്റഗറിയിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഒരു 3 കാറ്റഗറിയാണ്. ഇതിൻ്റെ മെയിനായിട്ട് കാര്യങ്ങൾ, ഇതൊരു ഡിറ്ററൻസ് ഫീൽ ചെയ്യാണ്. അതായത് ഇതൊക്കെ കണ്ട് പേടിച്ചിട്ട് എപ്പോഴും ഗവൺമെൻറ്റിനോട് ലോയലായിട്ട് തന്നെ നിൽക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും എഗൻസ്റ്റ് ദി രാഷ്ട്രം അവർ ചെയ്യുകയാണെങ്കിൽ വിത്തിൻ നോ ടൈം അവരെ കൊന്നുകളയും. അവിടെ ഒന്നും ആരും ചോദിക്കാനൊന്നുമില്ല. കിം ജോങ് ഉൻ എന്ത് പറയുന്നു അതേ അവിടെ നടക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ അങ്കിളിനെയൊക്കെ വധിച്ച ചരിത്രമുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും ലോയലായിട്ടുള്ളൊരു സിസ്റ്ററുണ്ട്. പിന്നെ നൗ ഹീസ് ടേക്കിംഗ് കെയർ ഓഫ് ഹിസ് ഡോട്ടർ, 13-year daughter, കിം ജോ എ. ആ കുട്ടിയെ പിൻഗാമിയായിട്ട് കൊണ്ടുവരാനുള്ള ചെറിയൊരു ശ്രമം അയാൾ നടത്തുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു കൺട്രിയാണിത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളിലും രാഷ്ട്രത്തെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ അയാൾ മാറ്റം കൊണ്ടുവരുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ്, ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ബട്ട് ഒരു സ്വച്ഛാധിപതി എന്ത് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ.
അപ്പോൾ സുപ്രീം ലീഡർ ഓഫ് നോർത്ത് കൊറിയയാണ് കിം ജോങ് ഉൻ. അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒഫീഷ്യലി കാണിക്കുന്നത് ജനുവരി 8, 1984 ആണ്. ചിലർ പറയുന്നത് 82-ലാണ് ജനനം. മന്ത് ആൻഡ് ഡേറ്റ് ഈസ് സെയിം, 8 ജനുവരി. ചിലർ പറയുന്നത് 83-ലാണെന്ന് പറയുന്നത്, ചിലർ 82 ആണെന്ന് പറയുന്നത്. ബട്ട് ഒഫീഷ്യലി ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ 84 ആണ് കാണുന്നത്. സോ ഒരു 42 ഇയേഴ്സ് ഓൾഡാണ്. ബട്ട് ഹീസ് ദി കിങ്. കിം ജോങ് ഉൻ ആണെങ്കിലും അതൊരു കിങ് ജോങ് തന്നെയാണ്. ഈസ് എ നോർത്ത് കൊറിയൻ പൊളിറ്റീഷ്യൻ ഹു സെർവ്സ് ആസ് ബോത്ത് ദി ജനറൽ സെക്രട്ടറി ഓഫ് ദി വർക്കേഴ്സ് പാർട്ടി കൊറിയ. അവരുടെ പാർട്ടി ഉണ്ട് കേട്ടോ, വെറും ഡിക്റ്റേറ്റർഷിപ്പ് ഒന്നുമല്ല, ഒരു പാർട്ടിയിലൊക്കെയാണ്. അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. പാർട്ടിയുടെ പേര് WPK, വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയ. ആൻഡ് ദി പ്രസിഡൻറ്റ് ഓഫ് ദി സ്റ്റേറ്റ് അഫയേഴ്സ് കമ്മീഷൻ, രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റുമാണ് അദ്ദേഹം. അപ്പോൾ അവർ അവരുടെ ഒരു കിം ഫാമിലിയുടെ മെമ്പറാണ്. അവർ കിം ഫാമിലിയുടെ മെമ്പേഴ്സിന് മാത്രമേ അവിടെ എന്തായാലും ആകാനാവുകയുള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് ദർ വേ ഓഫ് ലൈഫ് ഇൻ നോർത്ത് കൊറിയ. അവർ ജസ്റ്റ് അവരുടെ മോളെക്കുറിച്ചൊന്ന് പറയും. കിം ജു എ. Kim Jong-un has selected Miss Kim Ju-ae as his heir. Kim Jong ഈ മകളെ, 13 വയസ്സ് മാത്രം പ്രായമുള്ള ഈ മകളെ അടുത്ത അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് വഴിക്കാനുള്ള പരിപാടിയാണ്. South Korea's spy agency reported recently she is believed to be 13 years old, but the exact age and details are not clearly known to the world. സൗത്ത് കൊറിയ എപ്പോഴും അവരുടെ ചാരസംഘടനകൾ നോർത്ത് കൊറിയയിലുണ്ട്. ഏതെങ്കിലും വിധേന എന്തെങ്കിലും കാര്യങ്ങൾ ഇതാക്കാം. പക്ഷെ ഒരുപാട് ആളുകൾ മരിക്കുന്നുണ്ട്. ഡൗട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ വെടിവെച്ച് അല്ലെങ്കിൽ എങ്ങനെയും എലിമിനേറ്റ് ചെയ്യും. ചിലപ്പോൾ വേറെ കൺട്രിയിൽ വെച്ചിട്ടായിരിക്കും എലിമിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ നടക്കും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഭവമാണ് അവിടെ. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സേ എനി ഡീറ്റെയിൽ, ടു ഗെറ്റ് എനി ഡീറ്റെയിൽസ്. അവിടെ കോവിഡിനൊക്കെ ശേഷം ഒരു ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് ലോകത്തു നിന്നുള്ള കുറച്ച് സഞ്ചാരികൾ അവിടെ പോയിരുന്നു. അവർ കുറേ വീഡിയോസ് വിട്ടിട്ടുണ്ട്. അവർക്ക് ആദ്യമായിട്ട് അവിടെ ഒരു മാരത്തോൺ നടന്നു, വേൾഡ് മാരത്തോൺ നടന്നു. എവിടെ ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല. അവരുടെ ക്യാപിറ്റൽ ഒരു പ്രത്യേക രീതിയിലാണ് അതിനെ ഇത് ചെയ്യുക. നമ്മൾ വേർ ഈസ് ദാറ്റ്, പ്യോങ്യോങ് എന്നുള്ള സ്ഥലത്ത് ഒരു മാരത്തോൺ, വേൾഡ് ലെവലിന് മാരത്തോൺ നടന്നിരുന്നു. അന്ന് ഒരുപാട് സഞ്ചാരികൾ അവിടെ പോയി. അവർക്ക് കുറേ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിരുന്നു. അവരുടെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് നമുക്ക് കുറച്ച് ഐഡിയ ഇതിൽ കിട്ടിയത്. അതർവൈസ് പുറത്തുള്ള ആർക്കും നോർത്ത് കൊറിയൻ്റെ എല്ലാം ഒരു സീക്രട്ട് പോലെയാണ്. ആർക്കും ഒന്നും അറിയില്ല. കൂടുതൽ വിവരങ്ങൾ അവരുടെ ലഭ്യമല്ല എന്ന് തന്നെ പറയാം. കുറേ ഈ ചാരസംഘടനകളും മറ്റും വെളിപ്പെടുത്തുന്ന കുറച്ച് വിവരങ്ങളും പിന്നെ അപൂർവം ചില സഞ്ചാരികളുടെ ട്രാവലോഗും ഒക്കെയാണ്. അവിടെയുള്ള ആളുകൾ ഒരു ഫോറിനറെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കുന്നത് പോലും, ഒരാൾ സപ്പോസ് സംസാരിച്ചെന്നിരിക്കട്ടെ, അയാളെ പുറകിലും ആളുണ്ടാവും. ഇപ്പോൾ നമ്മളൊരു ട്രൂപ്പായിട്ട് അവിടെ പോവുകയാണ്, സഞ്ചാരികൾ പോവുകയാണെങ്കിൽ ആ സഞ്ചാരികളുടെ ഫ്രണ്ടിലൊരാൾ, ലെഫ്റ്റ് സൈഡിലൊരാൾ, റൈറ്റ് സൈഡിലൊരാൾ, പുറകിലൊരാൾ, അത്രയൊരു മോണിറ്ററിങ് ഉണ്ടാവും അവർക്ക്. വാട്ട് ദേ ആർ ഡൂയിങ്, വേർ ദേ ആർ ഗോയിങ് എല്ലാം വാച്ച് ചെയ്യും. ആൻഡ് ദേ ആർ ലിമിറ്റഡ് ടു സർട്ടൻ അസസ്. ഇപ്പോൾ ഒരു ഹോട്ടലിൽ പോവുകയാണെങ്കിൽ ആ ഹോട്ടലിൽ അവർ മാത്രമേ ഉണ്ടാവുള്ളൂ. ദേ വിൽ നോട്ട് ബി അലൗഡ് ടു മിങ്കിൾ വിത്ത് അതർ ലോക്കൽ സിവിലിയൻസിനോട് നമ്മൾ ഹലോ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ അവർ ഇങ്ങനെയൊന്ന് ജസ്റ്റ് കാണിച്ച് പോകുമെന്നല്ലാതെ ദേ വിൽ ഹെസിറ്റേറ്റ് ടു സ്പീക്ക് വിത്ത് യു. നോ, അവിടുത്തെ അങ്ങനത്തെ ഒരു കൾച്ചറാണ്, അങ്ങനെയാണ് അവരെ വരുത്തിക്കുന്നത്. ഓക്കെ, അതാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ തീർച്ചയായിട്ടും ക്യൂബ എന്ന കൺട്രിയെക്കുറിച്ച് ചർച്ച ചെയ്യാം. എഗെയിൻ വാട്ട് ഈസ് ദെയർ റിലേഷൻഷിപ്പ് വിത്ത് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അത് സംസാരിക്കാം. കൊറിയയെക്കുറിച്ച് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. സോ
എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ബൈ.